ആട്ടുമക്ക എപ്പോഴും വെക്കാം ഇപ്പഴുകാലി ഡയമണ്ട് കാലി ആദ്യകാലി കാവൽ കാലി ആട്ടുമക്ക എപ്പോഴും വെക്കാം എവിടെ വെക്കാം വെച്ചോ മയിലുകാലി കുയിലുകാലി കുട്ടക്കാലി കഴുതകാലി ആനകാലി ആടുകാലി പുലികാലി പുലികാലി ഇവനെ വല്ല പേപ്പട്ടിയും കടിച്ചിട്ടുണ്ടോ ഒന്ന് തൊള്ളവർക്കാരെ പതുക്കെ കരയണ സവി 10 കാശ് ഞങ്ങളുണ്ടാകണം പാട്ട വെച്ച മോഹനൊക്കെ പേമ്പ് തന്നെയാണ് ആർക്കും വെക്കാം എപ്പോഴും വെക്കാം എങ്ങനെ വെക്കാം എവിടെ വെക്കാം ഞങ്ങളെ വെച്ചാൽ വരുന്നപ്പോ ഇന്നലെ രാത്രി കോളൊന്നും കിട്ടില്ലെന്നാ തോന്നുന്നേ മുഖത്ത് ഒരു ക്ഷീണവും പൂരവും കളിയും ഒക്കെ കഴിഞ്ഞിട്ടുള്ള വരവാ. എടാ സിദ്ധു, എന്തോ ഒരു 25 രൂപ താടാ. എന്റെ കയ്യിലില്ല ചേച്ചി. വെറുതെ വേണ്ടടാ. അയ്യേ എനിക്കെങ്ങും വേണ്ട, എയ്ഡ്സ് ഉള്ള കാലവാ. നീ എന്താടാ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? നിന്റെ അടുത്തുണ്ടോടാ 25 രൂപ എടുക്കാൻ? അയ്യോ എന്റെ കയ്യിലൊന്നും ഇല്ല ചേച്ചി രൂപ. പിന്നെ ഒരു 5 രൂപ തരാം. നാളെ രാവിലെ ഞങ്ങൾ കളിക്കാൻ ഇറങ്ങുമ്പോ കമലമ്മ ചേച്ചി മുമ്പിൽ വന്ന് നിൽക്കണം. നല്ല ശകുനമായിരിക്കും. എന്തോട്ടാണ് നീ നിന്ന് കളിക്കണത്? ഒരു ശൃംഗാര രൂപണി വന്നിരിക്കുന്നു. അതെ, കിടക്കാൻ പോവാ? അല്ല, ഊണ് കഴിക്കാൻ പോവാ. അല്ലേ? ആ, ഇന്നലെ നല്ല പരുവത്തിലായിരുന്നു ചേട്ടന്റെ വരവ്. കാല് ശരിക്കും നിലത്ത് ഉറച്ചിരുന്നില്ല. 100ന്റെ 200ന്റെ ബില്ലുകൾ പോക്കറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു. വല്ലപ്പോഴും ഒരു തമാശയൊക്കെ വേണ്ടടി ചേട്ടന്. നിനക്കിത് എന്ത് തോന്നി വരതാ? അല്ല, ഇനി പാന്റ് ഇട്ടില്ല എന്ന് വെച്ചൊരു കുറവ് വേണ്ട. മുണ്ടൊക്കെ പഴഞ്ചനാണെന്ന് ചിലർക്കൊക്കെ തോന്നി തുടങ്ങി. ഭരതമ്മാമ്മയുടെ പാന്റിന് എത്ര കീശയാ? 3. ഈ പാന്റ് പഴയതാകുമ്പോ എനിക്ക് തരുമോ? എന്തിനാ? അമ്മയ്ക്ക് സ്റ്റീൽ പാത്രം വാങ്ങാനാ. എന്റെ പാന്റ് ഷർട്ടും ഒക്കെ കൊടുത്ത് അമ്മ സ്റ്റീൽ പാത്രം വാങ്ങി. ഇങ്ങോട്ട് പാടാ അസത്തെ. ആ, സംസാരത്തിനിടയ്ക്ക് വന്ന കാര്യം വിട്ടുപോയി. മാങ്ങയുടെ പൈസ വേണ്ടേ? 2 ദിവസം കഴിയുമ്പോ ആള് വരും മാങ്ങ പറിക്കാൻ. അല്ലേ? വാടാ. അയ്യേ കീറിയതാ. പോടാ. ഞാനും തള്ളിക്കൊണ്ടു പോടാ. ഇതാ ഞാൻ പറയുന്നത്. വലിയ കടയാവുമ്പോ പഹയന്മാര് നമ്മളെ പറ്റില്ല. കടയാവുമ്പോ നമുക്ക് വിലയും ദേശം ഇങ്ങനെ നടുവേ വെച്ച് കീറുകയും ചെയ്യാം. വള്ളങ്ങട് എന്റെ മുടിഞ്ഞു വന്നേ. എന്നാലും ഒരു പെണ്ണിന്റെ ചിരി കാണാൻ വേണ്ടിയിട്ട് 175 രൂപ മുടക്കുക, എന്നിട്ട് ഡ്രസ് എടുക്കുക, അത് കീറുക, അവളുടെ മുമ്പിൽ നിന്ന് ചമ്മുക. എടാ കൊച്ചി കഴിവറവനെ, പെൺവേഷം കെട്ടിയ ഒരുത്തനെ തൊടാൻ വേണ്ടി നീ എല്ലാം കൂടെ എന്റെ 160 രൂപ വലിപ്പിച്ചു. അതിലൊന്നും ആർക്കും ഒരു വിഷമമില്ല. എനിക്കൊരു അബദ്ധം പറ്റി, സമ്മതിച്ചു. അതിങ്ങനെ ഇടക്കിടക്ക് എടുത്തു പറഞ്ഞ് നീയെ കൂടെ ഞെളിയണെന്തിനാടാ? വേലിപ്പത്തലെ സാരി ചുറ്റിയതായാലും മതി നിനക്ക്. അതുകൊണ്ടാണല്ലോ എരുമയെക്കാളും ഘട്ടമായ ഒരെണ്ണത്തിന് വീട്ടിൽ വളർത്തുന്നത്. എരുമയാണെ പാലയിലും കിട്ടും. ഇത് അതുമില്ല. 1.5 ലക്ഷം വേണ്ട, സ്റ്റേറ്റ്മെന്റ് ഞാൻ പിൻവലിച്ചു. ഇനി മിണ്ടില്ല. എന്താടോ ഇവിടെ ആശാൻ വന്നില്ലേ? അകത്തുണ്ട്. ജാമ്യം എഴുതിക്കൊണ്ടിരിക്കുക വക്കീല്. ആർക്കെങ്കിലും കിട്ടിയോടാ? എനിക്കൊന്ന് കിട്ടി ഇവിടെ. ഞാൻ ഡബിൾ മീനിങ്ങിൽ കാച്ചി പുള്ളിക്കത് മനസ്സിലായി തോന്നുന്നു. അതാ ഇവിടെ പൂശിയെ. അപ്പോഴും വക്കീലത്തെ വന്നതുകൊണ്ട് സാമ്പിളെ നിന്നു. ഇല്ലെങ്കിൽ മോഷണവും പിടിച്ചോറിയും നടത്തില്ലോ സാറേ. പിന്നെ എന്തിനാ ഈ അറസ്റ്റും ജാമ്യവും ഒക്കെ? 250 രൂപ വക്കീലിന് കൊടുക്കണം. കോടതിയിലെ പിഴ വേറെ. വല്ലപ്പോഴല്ലേ ഉള്ളൂ, കുറച്ച് പിഴ കൊടുക്ക്. ഞങ്ങളൊന്ന് കുലുക്കി കുത്തിയാൽ അത് കുറ്റം. സർക്കാരിന് കുലുക്കി കുത്താം. ABCD സീരീസിൽ അവർ 1 രൂപയ്ക്ക് 1 ലക്ഷം കൊടുക്കുന്നു. ഞങ്ങൾ 1 രൂപയ്ക്ക് 2 രൂപ കൊടുക്കുന്നു. അതെ, അവര് കറക്കി കുത്തുന്നു, ഞങ്ങൾ കുലുക്കി കുത്തുന്നു. നിങ്ങൾ ഞങ്ങളെ കുലുക്കാതെ കുത്തുന്നു. താങ്ക്സ്. വരട്ടെ. കൂലിക്കാരൻ എന്ത് പറഞ്ഞടാ? പുതുക്കാട്ട് വെച്ച് എന്നെ കിട്ടാത്തതിന്റെ തരിപ്പ് ഇതുവരെ മാറിയിട്ടില്ലെന്ന്. ഇനി കൈ കിട്ടുമ്പോ കണക്ക് തീർത്തോളാം. നീ എന്ത് പറഞ്ഞു? അറിയിച്ചാൽ മതി, സൗകര്യം പോലെ വന്ന് വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. അല്ല എന്താ? പോടാ പോട്ടെ.
ഏതാടാ സിനിമാ തിയേറ്ററിൽ വെച്ച് നിന്റെ കൂടെ കണ്ട ആ പെണ്ണ്? ഗൗരി, ലക്ഷ്മിയമ്മയുടെ മോള്. ഓ, നിന്റെ. എന്താ ചോദിക്കാൻ കാരണം? അല്ല, എസ് ഐ അവളെ കണ്ടെന്ന് തോന്നുന്നു. എന്നോട് തിരിച്ചു മറിച്ചും ചോദിച്ചു, അവളെ ഏതാ, നിന്റെ ഭാര്യയാണോ, പെങ്ങളാണോ, ലവ് ആണോ, അതോ വേറെ വല്ല? ആളെ മനസ്സിലാകാത്തോണ്ട് ഞാൻ അറിയില്ലെന്ന് പറഞ്ഞു. പൂരിക്കാടന്റെ കണ്ണ് അവിടം വരെ എത്തിയല്ലേ? ഇത് അധികം നാൾ നിൽക്കലടോ. 3-4 എൻക്വയറി പെൻഡിങ്ങില. ഒന്നുകിൽ സസ്പെൻഷൻ അല്ലെങ്കിൽ ഡിസ്മിസൽ ഉറപ്പാണ്. ആ, കൂരിക്കാടനില്ലേ? അകത്തുണ്ട്. ഡോക്ടറിന്റെ എസ് ഐ ആയിട്ട് കൂലിക്കാരനല്ലേ, ഡോക്ടറെയൊക്കെ പരിചയം കാണും. എപ്പോഴാ ഒരു DNCയുടെ ആവശ്യം എന്ന് പറയാൻ പറ്റുമോ? DNC അതെന്താ? അത് നിനക്ക് പ്രായപൂർത്തിയാവട്ടെ, എന്നിട്ട് പറഞ്ഞു ഓ മനസ്സിലാക്കി. ശരി ശരി ശരി. ആ, വേഗം ചെല്ലേ. വെട്ടുകാട് കളച്ചന്തേ ചെന്ന് 4 കാശുണ്ടാക്കാൻ നോക്ക്. അങ്ങോട്ട് തന്നെയാ പോകുന്നേ. വെട്ടുകാട് ഏതായാലും ഇവിടത്തെ ഏമാന്റെ അധികാര പരിധി പെടുകയല്ലോ. അവിടെ വേറെ ആമ്പിള്ളേരാണല്ലോ എസ് ഐ ആയിട്ടിരിക്കുന്നത്. വേടാ, ഞങ്ങൾ പറ്റേ സാറേ. വെയ് രാജാവേ, വെയ് രാജാവേ. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എങ്ങനെ വെക്കാം, എവിടെയും വെക്കാം. കാളമെല്ലാം കാലിയാണല്ലോ. അതിന് ആൾക്കാരൊക്കെ ഇപ്പൊ ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ പോയുള്ളൂ. പിന്നെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. വെച്ചോ, ഞങ്ങളൊക്കെ ഒരു കമ്പനിയാണ്. വെച്ചോ, ഇതില് വെച്ചോന്ന് ഒരു പ്രശ്നമില്ല. ഇതിൽ വെച്ചോ. 5 രൂപ വെച്ച്. 5 രൂപ. ഇനിയും വെക്കാം, ഇനിയും കളം കാലി. വെറുതെ കാശ് കാർണിവൽ കാണാൻ പോളൂ. കൊടുത്ത കാശ് പോലാവും. എന്റെ അമ്മയുടെ ഒരു കാർഡ്. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എങ്ങനെയും വെക്കാം, എവിടെയും വെക്കാം. കഷ്ടകാലത്തിന് അരഞ്ഞാണച്ചേട്ട് പാമ്പാവെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതാ പാമ്പ്. കാശ് താടോ. 15 രൂപ. ഇതും കൂടി വെച്ചു. ഇനി വെക്കുന്നില്ല. ഓ ശരി. അച്ഛൻ പറഞ്ഞിട്ടാ. കൈരേഖശാസ്ത്രം, ഹസ്തരേഖാശാസ്ത്രം, കൈരേഖശാസ്ത്രം. എന്താടാ, ആരുമില്ലേ? ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എല്ലാവരും ആ കാർണിവലിനകത്താ. ഇവന്മാര് വലിയ ഓടാലി ആവുമല്ലോ. നീ ആ കമ്മിറ്റിക്കാർ വന്ന് കരുത്തെ പിടിക്കണമെല്ലാം ചുരുട്ടിക്കെട്ട്. വാ. എങ്ങോട്ടാ? എപ്പോ വെച്ചാലും ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, അറ്റാച്ച്ഡ് ബാത്റൂം പോലെ. ഞങ്ങളുടെ കൂടെ ഞാൻ വന്നാണ്ടല്ലോ, ഈ വിളക്ക് വെച്ച് നിന്റെ മുഖത്ത് ആസ്തരേഖ കരിച്ചളയും. എന്റെ മോന്ത കണ്ടില്ലേ, പൂവൻ കോഴി നിശ്ചയിച്ചതുപോലെ കത്ത് അവിടെ കിട്ടിയിരുന്നു. ഇവിടുത്തെ ഈ പരിപാടി എന്തൊക്കെയാണെന്ന് ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ടങ്ങ് വരാം. കൂട്ടിമുട്ടാൻ നമുക്ക്. ഞങ്ങൾ പോയിക്കോട്ടെ. പിന്നെ ഗുണം കാണിക്കരുത്. പിന്നെ പോകാം. നമുക്കൊന്ന് കേറി നോക്കാം. ഒന്ന് മാറിക്കേ, അറിയാൻ പാടില്ല. ഒന്ന് മാറിക്കേ. കാശ് പിടി. ടോക്കൺ കൊടു. എത്രയാ? ആകെ പറയാം. താൻ ടോക്കൺ കൊടു. 2 രൂപയാ? ആ ബോർഡൊന്ന് നോക്കാശാന്. 2 രൂപ കൊണ്ട് കളിക്കാൻ വന്നു. 10 എങ്കിൽ പറയാം. 10 രൂപ. 10 എനിക്കും 10. പിടിച്ചോ. സൂക്ഷിച്ച്. വൈറ്റ് 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 വൈറ്റ്
ബ്ലൂ 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 യെല്ലോ 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 എത്ര കാശാണ് ഇപ്പൊ കളിച്ചു കളഞ്ഞത്. എന്റെ ആശിക്കണം കാശ് കളഞ്ഞ ചോറ ഞാൻ കളിക്കട്ടെ യെല്ലോ പോയണ്ട. കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ സൂചി എറിഞ്ഞ് കളഞ്ഞു. എന്റെ കാശ് കളിച്ചു പോയി. ഞാൻ പറഞ്ഞിട്ടല്ല. ഞാൻ പറഞ്ഞതാ കളിക്കണ്ട. ഇവൻ ഞാൻ പറഞ്ഞില്ല കളിക്കാൻ. എന്തിനാടാ കളിക്കാൻ പോയത്? ഇവർ രണ്ടുപേരും നിന്നെയൊക്കെ ഞാൻ പറഞ്ഞോടാ. നീ പറഞ്ഞില്ലേ?